തുടർച്ചയായ രണ്ടാം തോൽവിയോടെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ക്യാമ്പിൽ അസ്വസ്ഥതകൾ പുകയുകയാണ്. നായകൻ അജിങ്ക്യ രഹാനെയുടെ തുറന്നു പറച്ചിലും മുൻ താരം ഇർഫാൻ പത്താന്റെ വാക്കുകളും ഈ സാഹചര്യത്തിൽ വലിയ ചർച്ചകൾക്കാണ് ക്രിക്കറ്റ് സർക്കിളുകളിൽ തുടക്കമിട്ടിരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനോട് 6 വിക്കറ്റിന് പരാജയപ്പെട്ട കൊൽക്കത്ത രണ്ടാം മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് തോറ്റത് 65 റൺസിന്, അതും സ്വന്തം ഈഡൻ ഗാർഡൻസിലും. വലിയ രീതിയിൽ ആരാധകരുടെ പ്രതിഷേധം വന്നതോടെ ആദ്യം ക്യാപ്റ്റൻ തന്നെ രംഗത്തെത്തി. ബാറ്റിംഗ് ശൈലിയെയും സ്ട്രൈക്ക് റേറ്റിനെയും വിമർശിച്ചവർക്കെതിരെ മത്സരശേഷമുള്ള വാർത്താ സമ്മേളനത്തിലാണ് രഹാനെ ആഞ്ഞടിച്ചത്. തന്നെ വിമർശിക്കുന്നവർക്ക് പ്രത്യേക അജണ്ടകളുണ്ട്. തൻ്റെ വിജയങ്ങളിൽ അവർക്ക് അസൂയയാണ്. എൻ്റെ സ്ട്രൈക്ക് റേറ്റിനെ കുറിച്ച് സംസാരിക്കുന്നവർ കളി കാണാത്തവരായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ അജണ്ടകളുണ്ടാകും. എൻ്റെ വിജയങ്ങൾ കാണുമ്പോൾ അവർക്ക് എന്നോട് അസൂയ തോന്നുന്നുണ്ടാകും, രഹാനെ തുറന്നടിച്ചു. കണക്കുകളിൽ രഹാനെ മുന്നിൽ തന്നെയാണ്. നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യൻ താരങ്ങളിൽ 2023 IPL മുതൽ മിനിമം 250 പന്തെങ്കിലും നേരിട്ട താരങ്ങളിൽ പവർ പ്ലേയിൽ ഏറ്റവും അധികം സ്ട്രൈക്ക് റേറ്റുള്ള രണ്ടാമത്തെ പ്ലെയർ രഹാനെയാണ്. 167.78 അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. മുന്നിലുള്ളത് അഭിഷേക് ശർമ്മ. 176 സൺറൈസേഴ്സിൻ്റെ വെടിക്കെട്ട് ഓപ്പണറുടെ സ്ട്രൈക്ക് റേറ്റ്. പക്ഷേ മറ്റുള്ളവർ ആ സ്ട്രൈക്ക് റേറ്റ് നിലനിർത്തുമ്പോൾ രഹാനെ പവർ പ്ലേക്ക് ശേഷമുള്ള ഓവറുകളിൽ സ്ലോ ആവുന്നു. 6 ഓവറിന് ശേഷം റണ്ണേബിൾ സിറ്റുവേഷനാണ് രഹാനെക്ക്. അതാണ് വിമർശന വിധേയമാകുന്നതും. താൻ കളി മെച്ചപ്പെടുത്തിയത് പലരും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും നെഗറ്റീവായാലും പോസിറ്റീവായാലും ആളുകൾ തന്നെക്കുറിച്ച് സംസാരിക്കുന്നതിൽ സന്തോഷിക്കുന്നുവെന്നും രഹാനെ മാധ്യമപ്രവർത്തകരോടായി പറഞ്ഞു. അതേസമയം സൺറൈസേഴ്സിനെതിരായ ഇന്നലത്തെ മോശം ഇന്നിങ്സിനെ ന്യായീകരിക്കാനും രഹാനെ മുതിർന്നു. 10 പന്തിൽ 8 റൺസ് മാത്രമാണ് രഹാനെ ഹൈ സ്കോറിംഗ് ചേസിംഗിൽ നേടിയത്. അതൊരു മോശം ഇന്നിങ്സ് ആണെന്ന് കരുതുന്നില്ല. റൺസ് കണ്ടെത്താനുള്ള ശ്രമം തൻ്റെ ഭാഗത്തു നിന്നുണ്ടായെന്നും രഹാനെ പറയുന്നു. ഒരു ഇന്നിങ്സിലെ പരാജയം വെച്ച് തന്നെ വിലയിരുത്തരുതെന്നും രഹാനെ വിമർശകരെ ഓർമ്മിപ്പിച്ചു. പരാജയപ്പെട്ടെങ്കിലും മുംബൈ ഇന്ത്യൻസിനെതിരെ 40 പന്തിൽ 67 റൺസ് എടുത്ത് രഹാനെ മികച്ച തുടക്കം നൽകിയിരുന്നു. ആദ്യ മത്സരത്തിന് ശേഷവും തൻ്റെ അനിഷ്ടം രഹാനെ പ്രകടമാക്കിയിരുന്നു. അത് 25 കോടിയിലേറെ രൂപ മുടക്കി ലേലത്തിലെടുത്ത കാമറൂൺ ഗ്രീനിനെ ചൊല്ലിയായിരുന്നു. മുംബൈക്കെതിരെ എല്ലാവർക്കും അടികിട്ടിയപ്പോൾ കാമറൂൺ ഗ്രീൻ ടീമിലുണ്ടായിട്ടും പന്തേൽപ്പിക്കാത്തതെന്തെന്ന് പലരും ആശ്ചര്യപ്പെട്ടു. ഇതിനാണ് മത്സരം കഴിഞ്ഞ ഉടൻ തന്നെ രഹാനെ മറുപടിയുമായി എത്തിയത്. ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ കർശന നിർദ്ദേശമുള്ളതിനാലാണ് ഗ്രീനിനെ കൊണ്ട് ബോൾ ചെയ്യിക്കാഞ്ഞത്. ഗ്രീൻ പന്തെറിയാത്തത് ടീമിൻ്റെ ബാലൻസിനെയും ബാധിക്കുന്നുണ്ട്. എന്നു മുതൽ ഗ്രീനിന് പന്തെറിയാനാകുമെന്നത് ക്രിക്കറ്റ് ഓസ്ട്രേലിയയോട് തന്നെ ചോദിക്കണം, രഹാനെ അന്നൽപ്പം കടുപ്പിച്ചാണ് പറഞ്ഞത്. വർക്ക് ലോഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായാണ് ഗ്രീനിന് ക്രിക്കറ്റ് ഓസ്ട്രേലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഷെഫീൽഡ് ഷീൽഡിലും ഗ്രീൻ ബോൾ ചെയ്തിരുന്നില്ല. എന്നാൽ കൊൽക്കത്തയുടെ സാഹചര്യം അതല്ല. ലേലത്തിലെടുത്തിരുന്ന മുസ്താഫിസുർ റഹ്മാനെ രാഷ്ട്രീയ കാരണങ്ങളാൽ പുറത്താക്കേണ്ടി വന്നു. മദിഷ പതിരാനയ്ക്കും റാണയ്ക്കും പരിക്ക്. പകരമെടുത്ത ബ്ലെസ്സിംഗ് മുസ്റബാനി വിക്കറ്റ് ടേക്കിംഗ് ബോളറെങ്കിലും എക്സ്പെൻസീവാണ്. ബൗളിങ്ങിലെ ആശങ്കകൾ തീരുന്നില്ല. തുടർച്ചയായി 2 തോൽവികളുണ്ടാക്കിയ ആഘാതത്തോളം തന്നെ വലുതാണ് കൊൽക്കത്തയ്ക്ക് വരുൺ ചക്രവർത്തിയുടെ മോശം ഫോമും. മുംബൈ ഇന്ത്യൻസിനെതിരെ ആദ്യ മത്സരത്തിൽ 4 ഓവർ എറിഞ്ഞ വരുൺ വഴങ്ങിയത് 48 റൺസാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ വിട്ടുകൊടുത്തത് 2 ഓവറിൽ 31 റൺസും. രണ്ടിലും വിക്കറ്റില്ല എന്നതും അദ്ദേഹത്തിൻ്റെ ഫോമിനെക്കുറിച്ചുള്ള ആശങ്കകളുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ലോകകപ്പിലെ പ്രകടനത്തിൽ നിന്ന് ഒന്നും പഠിക്കാതെ വരുണിനെ ഉപയോഗപ്പെടുത്തുന്ന രീതിയെക്കുറിച്ചാണ് ഇർഫാൻ പത്താൻ വിമർശിക്കുന്നത്. ഒരു ബൗളർക്ക് ആത്മവിശ്വാസം നൽകേണ്ടത് ക്യാപ്റ്റനാണ്. നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയും, ഒരു മൊമെൻറ്റം കൊണ്ട് വരാൻ കഴിയുമെന്ന് തോന്നുന്നിടത്താണ് ക്യാപ്റ്റൻ നിങ്ങളെ ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ ട്രംപ് കാർഡ് ആരെന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ മാച്ച് വിന്നർ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം, പത്താൻ രഹാനെയെ ഓർമ്മിപ്പിച്ചു. വരുണിനെ ഒരിക്കലും പവർ പ്ലേയിൽ പന്തെറിയിപ്പിക്കരുതെന്നാണ് ഇർഫാൻ പത്താനും സഞ്ജയ് വാങ്കറും പറയുന്നത്. സൺറൈസേഴ്സിനെതിരെ ഇന്നിങ്സിൻ്റെ 5ാം ഓവറിൽ തന്നെ രഹാനെ വരുണിനെ പന്തേൽപ്പിക്കുകയാണ്. അഭിഷേക് ആ ഓവറിൽ അടിച്ചെടുത്തത് 25 റൺസാണ്. 2 സിക്സറും 3 ബൗണ്ടറിയും ആ ഓവറിൽ പിറന്നു. പിന്നെ വരുൺ വരുന്നത് 11ാമത്തെ ഓവറിലാണ്. ആ ഓവറിൽ 6 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത്. പിന്നീട് ബൗൾ ചെയ്തതുമില്ല. അങ്ങനെ 2 ഓവറിൽ 15 ഇക്കോണമിയിൽ വരുൺ വഴങ്ങിയത് 31 റൺസ്. എന്നാൽ ഇക്കാര്യത്തിൽ രഹാനെയുടെ വേർഷൻ വേറെയായിരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ ബൗളറുടെ മെൻറ്റാലിറ്റി നിർണായകമാകും. ഏത് സാഹചര്യത്തിലൂടെയാണ് അയാൾ പോകുന്നതെന്ന് ചിന്തിക്കേണ്ടി വരും. 4 ഓവർ എറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നുവെന്ന് കണ്ടാൽ പിന്നെ നമ്മൾ റിസ്ക് എടുക്കരുത്. വരുണിനെ കൊണ്ട് 4 ഓവർ ചെയ്യിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എതിർ ടീമിലെ ബാറ്റർമാരുടെ അപ്പോഴത്തെ ഫോം കൂടി പരിഗണിക്കണം. അനുകൂൽ റോയ് അവിടെ മികച്ച രീതിയിലാണ് പന്തെറിഞ്ഞത്. മികച്ചൊരു ഡൊമസ്റ്റിക് സീസണാണ് അനുകൂലിനുണ്ടായിരുന്നത്. അത് ഇവിടെയും ആവർത്തിക്കുന്നു. രഹാനെ പറയുന്നത് അതാണ്. മത്സരത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുക, ആ സാഹചര്യത്തിനനുസരിച്ച് തീരുമാനമെടുക്കുക.
അത്രയേ ഉള്ളൂ. വരുണിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് രഹാനെയുടെ കൃത്യമായ ഉത്തരം ഇതാണ്. എന്നാൽ മുംബൈ ഇന്ത്യൻസിനെതിരെയും കാര്യങ്ങൾ ഇത്തരത്തിൽ തന്നെയായിരുന്നു. വാങ്കഡയിലും വരുൺ പവർ പ്ലേയിൽ പന്തെറിഞ്ഞു, 5-ാം ഓവറിൽ തന്നെ. അതിൽ വഴങ്ങിയത് 15 റൺസ്. ആ മത്സരത്തിലാകെ 4 ഓവറിൽ 48 റൺസ് വിട്ടുകൊടുക്കുകയും ചെയ്തു. ലോകത്തെ 1-ാം നമ്പർ ബൗളറായിരുന്ന ഇത്രയും മോശം അവസ്ഥയിലും 2ാമത് റാങ്കിങ്ങിലുള്ള വരുൺ ചക്രവർത്തിക്ക് ഇന്ത്യ ജേതാക്കളായ 2020 ലോകകപ്പിലാണ് എല്ലാം പിഴച്ചത്. ഗ്രൂപ്പ് റൗണ്ടിൽ മികച്ച രീതിയിൽ പന്തെറിഞ്ഞ വരുണിനെ സൂപ്പർ 8 ഘട്ടം മുതൽ എതിർ ടീം തിരഞ്ഞു പിടിച്ച് ആക്രമിച്ചു. അതിന് തുടക്കമിട്ടത് ദക്ഷിണാഫ്രിക്കയും. ലോകകപ്പ് മുതൽ പിന്നീട് ഇങ്ങോട്ട് ഇതുവരെ വരുൺ 25 ഓവറിൽ വഴങ്ങിയത് 304 റൺസാണ്. ഇക്കോണമി 12-ന് മുകളിൽ. അവസാന 6 മത്സരം എടുത്തു നോക്കുമ്പോൾ 2020 ഫോർമാറ്റിൽ ഇത്രയും മോശം പ്രകടനം വേറെ ഒരു ബൗളർക്കുമില്ല. അതേസമയം KKR മാനേജ്മെന്റിന്റെ പൂർണ്ണ പിന്തുണ വരുണിനുണ്ട്. ടീമിന്റെ പരിശീലകൻ അഭിഷേക് നായർ വ്യക്തമാക്കിയതും അതാണ്. കുറച്ചു നാളുകളായി വരുൺ ഒരുപാട് വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നത്. ടീം എന്ന നിലയിൽ വരുണിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. അതേസമയം കൊൽക്കത്തയെ സംബന്ധിച്ച് അത്ര ആശാവഹമല്ല കാര്യങ്ങൾ. IPL ചരിത്രത്തിൽ ഇത് 2ാം തവണ മാത്രമാണ് കൊൽക്കത്ത ആദ്യ 2 മത്സരങ്ങൾ പരാജയപ്പെടുന്നത്. ഫിന്നലൻ നൽകുന്ന തുടക്കം, ആംഗ്രിഷ് രഘുവംശിയുടെ ഫോം, അനുകുൽ റോയിയുടെ ബൗളിംഗ്, കൊൽക്കത്തയ്ക്ക് ആശ്വസിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ ഈ സീസണിൽ. അതിനിടെയാണ് താരങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കിൽ വിക്കറ്റുകളും കളയുന്നത്. സൺറൈസേഴ്സിനെതിരെ 2 റണ്ണൌട്ടുകളാണ് KKR ദാനം ചെയ്തത്, അതും നിർണായക വിക്കറ്റുകൾ. ടീം എന്ന നിലയിൽ ഒത്തിണക്കം കാണിച്ചാൽ മാത്രമേ അടുത്ത മത്സരങ്ങളിൽ തിരിച്ചു വരാനാകൂ. ഇല്ലെങ്കിൽ മുൻ ചാമ്പ്യന്മാർ നാണക്കേടിൻ്റെ പടുകുഴിയിലേക്ക് കൂപ്പുകുത്തും, തീർച്ച.